ശബരിമല യുവതീ പ്രവേശനത്തിനെതിരെ ഭക്തർ രംഗത്തെത്തിയപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നതാണ് ആർപ്പോ ആർത്തവം. ആർത്തവത്തിനെ എതിർക്കുന്നവർക്കെതിരായി വിവിധ സ്ത്രീ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലാണ് ആർപ്പോ ആർത്തവം പരിപാടി നടക്കുന്നത്. ആർത്തവ ഐക്യത്തിനെതിരെ നിയമം പാസാക്കാനുള്ള പ്രചരണാർത്ഥമാണ് 2 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിക്ക് തുടക്കം കുറിച്ചതെന്നും സംഘാടകർ വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് ആരംഭിച്ച റാലിയോടെയാണ് പരിപാടിക്ക് ഔദ്യോഗികമായി തുടക്കം കുറിച്ചത്. വിവിധ പരിപാടികൾക്ക് ശേഷം ഇന്നലെ നടന്ന പൊതുസമ്മേളനം സംവിധായകൻ പാരഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. ആർത്തവ ഐക്യത്തിനെതിരെ തൊട്ടുകൂടാമെന്ന സന്ദേശമുയർത്തി ആർപ്പോ ആർത്തവം പരിപാടിയിൽ പങ്കെടുക്കാൻ ബിന്ദുവും കനകദുർഗയും എത്തി. ശബരിമല യുവതീ പ്രവേശന വിധിക്ക് ശേഷം ആദ്യമായി ദർശനം നടത്തിയ യുവതികൾ ഇതുവരെ പോലീസ് സംരക്ഷണത്തിലായിരുന്നു. ആർപ്പോ ആർത്തവത്തിന് വരണമെന്ന് നേരത്തെ കരുതിയിരുന്നതാണെന്നും ഇരുവരും വിശദമാക്കി. പോലീസ് പിന്തുണ ആവശ്യപ്പെട്ടിട്ടില്ല. സ്വന്തം രീതിയിലാണ് പരിപാടിക്ക് വന്നത്. പ്രതിഷേധങ്ങളെ ഭയക്കുന്നില്ല. ഞങ്ങൾ തെറ്റ് ചെയ്തവരല്ല എന്നും അവർ പറയുന്നു. എറണാകുളം മറൈൻ ഡ്രൈവിലെ ഹെലിപാഡ് മൈതാനത്ത് ഇന്നലെയാണ് തൊട്ടുകൂടായ്മയ്ക്കെതിരെ പ്രതിഷേധ ശബ്ദമായി പരിപാടിക്ക് തുടക്കമായത്. ആർത്തവം അശുദ്ധിയല്ലെന്ന് പ്രഖ്യാപിച്ച് കേരളത്തിനകത്തും പുറത്തും നിന്നുമായി നിരവധി സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും ആർപ്പോ ആർത്തവം വേദിയിലെത്തി. പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുമെന്ന് പരിപാടിയുടെ സംഘാടകർ അറിയിച്ചിരുന്നെങ്കിലും അദ്ദേഹം എത്തിയില്ല. കൊച്ചിയിൽ 2 പരിപാടികളിൽ പങ്കെടുത്തുവെങ്കിലും ആർപ്പോ ആർത്തവം വേദിയിൽ എത്തില്ല എന്ന് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിക്കുകയായിരുന്നു. അതേസമയം സാമൂഹിക സാംസ്കാരിക രംഗത്തു നിന്നുള്ള നിരവധി പേർ പരിപാടിക്ക് പിന്തുണയുമായി എത്തി. ആർത്തവായിത്യത്തിനെതിരെ സംസ്ഥാനത്ത് നിയമം പാസാക്കണമെന്ന ആവശ്യം കൂട്ടായ്മ ഉയർത്തുന്നുണ്ട്. ഈ വിഷയത്തിലും ഇതോടൊപ്പം ശബരിമല വിധി, നവോത്ഥാനം തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്ന് ചർച്ച നടക്കും. പൊതുസമ്മേളനത്തിൽ CPI ദേശീയ നേതാവ് ആനി രാജ, KPMS ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ, ആദിവാസി ഗോത്ര മഹാസഭാ നേതാവ് CK ജാനു, കൊച്ചി മുസിരിസ് ബിനാലെ കുറേറ്റർ അനിത ദുബെ, KR മീര, സുനിൽ P ഇടയിളം തുടങ്ങിയ നിരവധി പേർ പങ്കെടുക്കും. എറണാകുളം മറൈൻ ഡ്രൈവിലെ ഹെലിപാഡ് മൈതാനത്താണ് ആർപ്പോ ആർത്തവം നടക്കുന്നത്. ആർത്തവായുധത്തിനെതിരെ കേരള സംസ്ഥാനം നിയമം പാസാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രചരണം രാജ്യവ്യാപകമായി ശ്രദ്ധ നേടിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.